ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഓവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്നളം. പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തയ്യാറാക്കുന്ന ഡോക്യുമെന്ററി പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. LDF ഭരണസമിതിയുടെ വിവേചനപരമായ സമീപനമാണ് ബഹിഷ്കരണത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം തങ്ങളോട് അവഗണനയാണ് ഭരണസമിതി കാട്ടിയതെന്നും ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഡോക്യുമെന്ററിയിലൂടെ നടത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വാർഡ് മെമ്പർമാരായ ജോയ്സി രാജു, പ്രവീൺ KD, ഷാൻഡി ജോർജ്, ലൈസമ്മ പനക്കൽ, മിനി മാത്യു, രേഷ്മ V രാജു എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു വീഡിയോ ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിപക്ഷങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലയളവിലുടനീളം പ്രതിപക്ഷാംഗങ്ങളോട് കാണിച്ച വിവേചനവും മാറ്റി നിർത്തലും സമീപനങ്ങളൊക്കെ അറിയിക്കാൻ കൂടി വേണ്ടിയാണ്. 5 വർഷ കാലയളവിൽ LDF ഭരിക്കുന്ന ഈ ഒരു ഭരണസമിതി തുടങ്ങിയത് ഉടനീളം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനങ്ങളും കൃത്യമായ രീതിയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ പൊതുമുതൽ പോലും വിറ്റ് തുലയ്ക്കാനും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറ്റം ചെയ്യാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ഭരണസമിതി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷാംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അതിൽ പലതും നിർത്തിവെക്കാനും അതിനൊരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. പൊതു ആസ്തികൾ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതി ഈ ഒരു ഭരണകാലയളവിലുള്ള മികവിനെ കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഡോക്യുമെന്ററി രൂപേണ രംഗത്ത് വരുമ്പോൾ അത് ഒരിക്കലും നിലവിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കൃത്യമായിട്ടുള്ള ഭരണ രീതിയോ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലോ അല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നത്. മാത്രമല്ല, 2010 മുതൽ 15 വരെ, 15 മുതൽ 20 വരെ കോൺഗ്രസ് UDF ഭരിച്ചിരുന്ന ഈ ഭരണസമിതിയുടെ കാലയങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം, അന്ന് പ്രതിപക്ഷാംഗങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ടുള്ള ഭരണസമിതിയാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. നിലവിലെന്നാൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള പൊതുപരിപാടികളിൽ കൂടി അംഗങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യവും കണ്ടുവരുന്നുണ്ട്. അതാണ് വിവേചനം എന്ന തരത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് വേഗത കൂട്ടാനോ ഒന്നും ഭരണസമിതി ശ്രമിക്കുന്നില്ല. ഇന്നത്തെ ഞങ്ങളുടെ ബഹിഷ്കരണം ഞങ്ങൾ 6 മെമ്പർമാരും ഒന്നിച്ചെടുത്ത കൂട്ടായ്മയോടെ എടുത്ത തീരുമാനമാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. ഇപ്പം അതിന് നമ്മളോടൊരു ഫണ്ട് എത്ര വെക്കുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളോ നമ്മളോട് സംസാരിച്ചിരുന്നില്ല. ബോർഡിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇന്ന് രാവിലെ 10 മണി മുതൽ പഞ്ചായത്ത് ഡോക്യുമെൻ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ ഞങ്ങളുടെയൊക്കെ വാർഡിൽ ഇപ്പം പ്രവീൺ മെമ്പർ പറഞ്ഞ പോലെ വീട് റിപ്പയറിങ്
നല്ല രീതിയിലുള്ള ഒരു വിഷയമാണ് അത് ഞങ്ങൾക്കൊക്കെ എൻ്റെയൊക്കെ വാർഡിലേക്ക് 3 വീടിന് മാത്രമാണ്. അതേസമയം മറ്റുള്ള വാർഡുകളിൽ 11, 12 അങ്ങനെയുള്ള വീടുകൾ തന്നെയല്ല. ഇപ്പം അതാ പുതിയതായിട്ടൊരു കാപ്പി തൈ വിതരണം വന്നേക്കുന്നു. ഞങ്ങൾക്കൊക്കെ വാർഡിലേക്ക്, എൻ്റെ വാർഡിലേക്ക് 100 എണ്ണം മാത്രവും മറ്റു വാർഡിൽ 8000-ന് മുകളിലൊക്കെ തൈകൾ വിതരണം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തെ പ്രവർത്തനം ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർക്ക് എല്ലാ തരത്തിലും തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. സുതാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ വാർഡുകളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, അത്ര മാത്രമേ വേണ്ടൂ. അവർ ചോദിക്കുന്നു, ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുത്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഒരു പുതിയൊരു ഇലക്ഷൻ നമ്മൾ നേരിടേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെയൊന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഡോക്യുമെൻ്ററി വരണമെന്നും അത് കട്ട് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിട്ടു നിന്നേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എടുത്തൊരു തീരുമാനം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു വാർഡിൻ്റെ വികസനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ റോഡിൻ്റെ കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺട്രാക്ടർമാർ റോഡ് എടുക്കുന്നു, അവർ ചെയ്യാനൊരു ആ സമയപരിധിക്കുള്ളിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം പഞ്ചായത്തിൽ ഭരണസമിതിയോടല്ലേ പ്രസിഡന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോഴും എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചാലും അവർ വരുന്നില്ല. ആ ഒരു മനോഭാവമാണ് കാണിച്ചത്. പിന്നെ ഞാനതിന് ശേഷം ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളുടെ നാട്ടുകാരോടൊപ്പം 3 ദിവസം 5 മണിയായ സമയത്ത് ഈ കോൺട്രാക്ടറുടെ വീട്ടിൽ പോയി വണ്ടി വിളിച്ചത്. അപ്പം നാട്ടുകാരാണ് എന്നെ സഹായിച്ചത്. അങ്ങനെ 3 ദിവസം ആ കോൺട്രാക്ടറുടെ വീട്ടിൽ പോയി അയാളെ കണ്ട് 3-ാം ദിവസം പോകുമ്പോഴാണ് അയാളെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് അയാൾ വന്ന്, അതുപോലെ ദുരിതം പിടിച്ചൊരു റോഡായിരുന്നു, ഫണ്ട് വകയിരുത്തിയതാണ്, ഫണ്ട് വെച്ചതാണ്. പക്ഷെ അത് ചെയ്യാത്തപ്പം ഭരണസമിതിയിൽ നിന്ന് വിളിച്ചു വരുത്താൻ, കോൺട്രാക്ടർമാരെ വിളിച്ചു വരുത്താൻ ഒരു മനസ്സ് അവരല്ലേ കാണിക്കേണ്ടത്. നമ്മൾ ബഹിഷ്കരിക്കാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ ഈ റോഡിൻ്റെ വിഷയം മെമ്പർ പറഞ്ഞതുപോലെ തന്നെ സ്പില്ലോവറായി വർക്ക് ചെയ്യാതെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിയതിന് ശേഷം നമ്മൾ, അതായത് റോഡിൻ്റെ ഗുണഭോക്താക്കളെ ഒന്നിച്ച് ചേർത്ത് 2 ദിവസം ചെറുപാറ ഉള്ള കോൺട്രാക്ടറുടെ വീട്ടിൽ പോയി അവരെ കണ്ട് അന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് 2-ാം ദിവസം 3-ാം ദിവസം ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് രാവിലെ തന്നെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് നമുക്ക് ഈ പണി ചെയ്ത് തരുന്നത്. അതിൽ പല പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് സൂചിപ്പിച്ചെങ്കിലും നമുക്ക് അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് അത് മെമ്പർ ചെയ്യേണ്ടതാണ് എന്നുള്ള മനോഭാവത്തിലുള്ള സംസാരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം അവർക്ക് പൊതുവായ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ 17-ാം വാർഡിൽ ഇന്ന് ഏറ്റവും മെയിൻ അവരുടെ വികസനമായി കണ്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെ വിപ്ലവം എന്ന പേരിൽ തുടങ്ങി വെച്ചിരിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ വാർഡിലേക്ക് തന്നിരിക്കുന്ന ഒരു ഏരിയയിലും ലൈറ്റ് ഇപ്പോൾ പ്രവർത്തിക്കാത്ത അവസ്ഥയാണുള്ളത്. നമുക്ക് മെയിൻ റോഡിൽ ലൈറ്റുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 500 മീറ്റർ നമുക്ക് നമ്മുടെ വാർഡിൻ്റെ ഉള്ളേരിയകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടും തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന 500 മീറ്റർ ഇട്ട അന്ന് മുതൽ പ്രവർത്തനക്ഷമമല്ല. നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും. പവർ മാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ചാർജ് തീർന്ന ഇൻവെർട്ടർ, സോളാർ, വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു. പവർ മാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ഫോൺ 9846163138.